മണിപ്പൂരിന് പിന്നാലെ അസം സന്ദർശിച്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദി അസമിൽ 18,530 കോടിയുടെ വികസന പദ്ധതികളുടെ ആരംഭ പ്രഖ്യാപനം പ്രധാനമന്ത്രി നടത്തി. ഗുവാഹത്തി റിംഗ് റോഡ് പദ്ധതിയും നരേംഗി കുറുവ പാലവും ദരാങ് മെഡിക്കൽ കോളേജ് പദ്ധതികളുടെ ഭാഗമാണ്. വിഖ്യാത സംഗീതജ്ഞൻ ഭൂപൻ ഹസാരികയുടെ ജന്മശതാബ്ദി ആഘോഷവും പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്തു. അസമിലെ കാംരൂപ് ദരാങ് ജില്ലകളെയും മേഖലയിലെ റിബോയിയെയും ബന്ധിപ്പിക്കുന്ന ഗുവാഹത്തി റിംഗ് റോഡ് പദ്ധതിയുടെ തറക്കല്ലിടൽ പ്രധാനമന്ത്രി നിർവഹിച്ചു. 118.5 കിലോമീറ്റർ നീളമുള്ളതാണ് ഗുവാഹത്തി റിംഗ് റോഡ് പദ്ധതി. ബ്രഹ്മപുത്ര നദിക്ക് കുറുകെയുള്ള നരേംഗി കുറുവ പാലത്തിനും പ്രധാനമന്ത്രി തറക്കല്ലിട്ടു. ഗോലാഘട്ടിലെ അസം ബയോ എത്തനോൾ പ്രൈവറ്റ് ലിമിറ്റഡ്, നുമലിഗഡ് റിഫൈനറി പ്ലാന്റ് എന്നിവയുടെ ഉദ്ഘാടനവും പുതിയ പോളിപ്രോപ്പിലീൻ പ്ലാന്റിന്റെ തറക്കല്ലിടൽ അടക്കമുള്ള പദ്ധതികൾക്കും പ്രധാനമന്ത്രി ഔപചാരിക തുടക്കം നൽകി. ദരാങ്ങിൽ 6,300 കോടിയുടേതാണ് പദ്ധതി. മംഗൽദായ് പട്ടണത്തിലെ ദരാങ് മെഡിക്കൽ കോളേജും ഒരു നഴ്സിംഗ് കോളേജും GNM സ്കൂളും പദ്ധതിയുടെ ഭാഗമാണ്. ദരാങ്ങിലെ പൊതുസമ്മേളനത്തിൽ മോദി സംസാരിച്ചു. असम के बेटे का, भारत के सपूत का कांग्रेस ऐसे अपमान करती है, बहुत दर्द होता है. ഖോലാഘട്ട് റിഫൈനറി ലിമിറ്റഡിലെ അസം ബയോ എത്തനോൾ പ്ലാന്റ് പ്രാദേശിക സമ്പദ് വ്യവസ്ഥയെ ഉത്തേജിപ്പിക്കുകയും തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുമെന്നും മോദി പറഞ്ഞു. അസമിനിത് അവിസ്മരണീയ നിമിഷമെന്ന് മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വ ശർമ്മ പറഞ്ഞു. ഗുവാഹത്തിയിൽ ഭൂപൻ ഹസാരികയുടെ ജന്മശതാബ്ദി ആഘോഷ ചടങ്ങും നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്തു. ഭൂപൻ ഹസാരികയുടെ ചിത്രത്തിന് മുന്നിൽ പുഷ്പാർച്ചന നടത്തിയ ശേഷമായിരുന്നു പ്രസംഗം. വടക്ക് കിഴക്കൻ മേഖല അക്രമത്തിന്റെയും വിഘടനവാദത്തിന്റെയും തീയിൽ എരിഞ്ഞപ്പോൾ ഇന്ത്യയുടെ ഐക്യത്തിനു വേണ്ടി ശബ്ദമുയർത്തിയ മഹാനായ സംഗീതകാരനാണ് ഭൂപൻ ധാ എന്നായിരുന്നു മോദിയുടെ വാക്കുകൾ. ഓപ്പറേഷൻ സിന്ദൂറിനെ കുറിച്ചും പ്രധാനമന്ത്രി സംസാരിച്ചു. പാക് തീവ്രവാദത്തിന് രാജ്യം മറുപടി നൽകി. ഇന്ത്യയുടെ ശാക്തിക പ്രതിധ്വനി ലോകമെമ്പാടുമെത്തി. ഇന്ത്യയുടെ ശത്രു ഒരു കോണിലും സുരക്ഷിതനായിരിക്കില്ല എന്ന് തെളിയിച്ചുവെന്നും മോദി പറഞ്ഞു. നാഷണൽ ഡെസ്ക് ന്യൂസ് മലയാളം.